ഗുഡ് മോർണിംഗ്. എന്തൊരു മഞ്ഞ. അതെ, അയ്യ ഇങ്ങോട്ട് ശരി കണ്ട മഞ്ഞൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര മഞ്ഞാണ് കഴിച്ച്. ഡിസംബറിന്റെ തുടക്കം, നവംബറിന്റെ അവസാനം. അതെ. അയ്യോ, നമ്മുടെ കാര്യത്തിലേക്ക് കടന്നുവല്ലോ. ഞങ്ങളുടെ 21 days ചലഞ്ചിലെ 21st ഡേ ആണ്. ഇന്നുകൊണ്ട് അടുക്കട്ടെയാ തീർന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടക്കുന്നതല്ല, ഇനി നടക്കും. ചലഞ്ചിന്റെ അവസാനം. ഇവിടെ ഇപ്പൊ എണീപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. 10 തൊട്ട് 7 വരെ ഷിഫ്റ്റ് ഉറങ്ങുന്നത്. നീ രാത്രി 10 മണിക്ക് ഉറങ്ങിയാ പോരെ? ഭയങ്കര ക്ഷീണോ. കേൾക്കൂ മധുരമായ സംഗീതം. നമ്മൾ പ്രാർത്ഥിക്കണം. അതെ, വിളക്ക് കത്തിച്ച് ഞാൻ തീരുമാനിച്ചു 2025 മുതൽ ഞാൻ രാവിലെ വിളക്ക് കത്തിക്കും. ഇപ്പം ഈ ഡിസംബർ ജസ്റ്റ് ഇട്ടേക്ക് പോവാ. ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാത്തൊരു കുറവൊന്നുമില്ല, പ്രാർത്ഥിക്കാത്തൊരു കുറവേ ഉള്ളൂ. രാവിലെ അറിയൊരു ഓട്ടമല്ലയോ, എപ്പം പ്രാർത്ഥിക്കുക, ആരോട് പ്രാർത്ഥിക്കാൻ? ദൈവത്തോടാകുമ്പോ പിന്നെ ക്ഷമ ചോദിക്കാം. നാളെ വരാവേ, പെട്ടെന്ന് വരാവേ. നമുക്ക് എവിടെ നിന്ന് വേണേലും പ്രാർത്ഥിക്കാം. വിളക്കിന് മുന്നേ കൂടെ പോകുമ്പോ ഫ്രണ്ടിൽ വരുമ്പോഴാ ഓർക്കുന്നു, അയ്യോ എന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, വൈകുന്നേരം വരാവേ, വൈകുന്നേരം വരുമ്പോ വന്നിരിക്കാവേ. എന്താ ചെയ്യാനാ, വീട്ടുകാർക്ക് നല്ല മതിപ്പായിപ്പോ. എന്നെ നോക്കത്ത് പോലും ഇല്ല. വിളക്ക് അണച്ചിട്ട് അവരവരുടെ പാട്ടിൽ പോകും. ഈ കാള പോലെ വളർന്നതിന് എന്തിനു നോക്കാനേ. ആ പണ്ട് കുറച്ചാൾ മുന്നേ അങ്ങനെയല്ലായിരുന്നു. അവളും കൂടെ വരാനുണ്ട്, അവളൂടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് വിളക്ക് അവിടെ അണയ്ക്കാതെ വെക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, അവരുണ്ട് പ്രാർത്ഥിച്ച് കഴിയാ, വിളക്ക് അണയ്ക്ക പോവാ. ഈ വീട്ടിൽ കരിന്തിരി തന്നെ സമ്മതിക്കത്തില്ല അച്ഛൻ പറയുന്നത്. മനസ്സിലായല്ലേ കാര്യം? കരിന്തിരി ആണെപ്പോഴായിരിക്കും മോളെ പ്രാർത്ഥിക്കാൻ വരുന്നത്. എന്താ ചെയ്യാനാ, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അല്ലേ? എന്തെങ്കിലും നന്നാവും. 2025 ഞങ്ങൾ കുറെ നന്നായില്ലേ? ഈ 21 ഡേയ്സ് കൊണ്ട് നിനക്ക് എന്തൊക്കെ വ്യത്യാസം വന്നത്? 10 മണി വരെ കിടന്നുറങ്ങുന്നതായിരുന്നു. ഇപ്പൊ വെളുപ്പിനാകുമ്പോ തന്നെ കണ്ണു ഉറങ്ങും. വെളുപ്പിനാകുമ്പോ ഞങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ നാട് ഒറ്റക്ക് ഞങ്ങൾ ഉണർത്തുന്നുണ്ട്. ഭർത്താവ് പറഞ്ഞ് വരുക. എല്ലാരും നോക്കിയത് ചന്ത പിള്ളേരെ പോകും. ഒരു അപ്പൂപ്പൻ പണ്ട് മാത്രം കാണുന്ന ഒരു ചടങ്ങ് വച്ചില്ലേ, ഈർക്കിലോ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കുത്തി കുത്തി എടുക്കുന്ന തൂക്കാൻ വയ്യാത്തതിന് ഇങ്ങനെ പെറുക്കി എടുക്കുന്ന പല്ലീരിപ്പ് സാധനത്തിന്റെ പേര് ആണോ? എനിക്കറിയാൻ പാടില്ല ഗൈസ്. യെസ്, നീ കണ്ടിട്ടില്ലല്ലേ? ഞാൻ എന്റെ കാലമായപ്പോഴത്തേക്ക് അത്. പക്ഷെ കൊള്ളാം, നല്ലൊരു സമ്പത്തായാണ്. ഈ മാവാണോ എന്താന്ന് അറിയത്തില്ലല്ലോ, ഈ പൂത്ത് താഴെ വീഴുമ്പോ നല്ല മണമേ. ഇതാണ് പൂവ്. പൂവിന് പ്രത്യേകിച്ചൊന്നും ഇല്ല, പക്ഷെ കൊള്ളാം, നല്ല മണം. മറ്റേ കാളച്ചന്ത അല്ലല്ലോ, കോളാത്തോട്ട് പോകുമ്പോ ആ ഒരു റോഡിന്റെ സൈഡിൽ ഇതുപോലൊരു ഇതിന്റെ വലിയ മരമുണ്ട്. ആ റോഡ് കാണാൻ മഞ്ഞ കളറാ. മഞ്ഞയല്ല, ഒരു പച്ചയോ അല്ല മഞ്ഞയോ അല്ലാത്തൊരു കളറ് മൊത്തം. നല്ല മണമാ. ഇതുപോലെ ഈ മണം പോലെ പാലപ്പൂവിന്റെ പോലത്തെ മണം. പാലപ്പൂ മണം. ഇന്നലെ എന്റെ വീട്ടിൽ ഭയങ്കര മണം, പാലപ്പൂവിന്റെ മണം. അമ്മ പറഞ്ഞ് പാല കൂത്തുന്നുണ്ട് പറയാ, അതിന്റെ മണമാണ്. നമ്മളിവിടെ ഒരു പാലയില്ലേ ശ്മശാനത്തിന്റെ അവിടെ, നമ്മുടെ വീടിന്റെ ബാക്കിൽ പാലമുണ്ട്. ഇന്നലെ ആണെന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു ഈ വഴിക്ക്. അപ്പൊ ഞാൻ ഈ വഴിയാ ശ്മശാനത്തിന്റെ അതുവഴിയാ വന്നേ. അവള് ആ വഴി നേരെ പോവുകയും ചെയ്തു. എനിക്ക് പേടിയുണ്ട്, പക്ഷെ നല്ല ഇരുട്ട്. ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ലേ രാത്രി, നല്ല ഇരുട്ട്, ഭയങ്കര. എത്ര മണിയായി? 7 മണി കഴിഞ്ഞ്, 7:30 7:30 കഴിഞ്ഞ്. 7 മണിക്കല്ലേ അവിടെ നിന്ന് ഇറങ്ങുന്നേ. ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല പാലപ്പൂവിന്റെ മണം. അവിടെ ലൈറ്റ് പോലും ഇല്ല. ഞാൻ ഇടം വല്ല നോക്കാതെ നേരെ ഒരു ഇരിപ്പിരുന്ന്. ഒറ്റയ്ക്കുള്ളായിരുന്നു, ഒരു മനുഷ്യൻ ഈ റോഡിൽ പോലും ഇല്ലായിരുന്നു. ശരിക്കും ഞാൻ പേടിച്ച്. പിന്നെ ഞാൻ ആലോചിക്കും, പിന്നെ ഇതൊക്കെ എന്ത് ഇവിടെ കാണും പറയാം. ഗന്ധർവൻ പാലപ്പൂ ഗന്ധർവന.
ഗന്ധർവൻ ഉണ്ടായിരുന്നെങ്കിൽ ഗന്ധർവനെ വളച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ. ചേട്ടാ മുട്ടായി, ഗന്ധർവേട്ട എനിക്ക് ഐഫോൺ മേടിച്ചു തരും, ഗന്ധർവേട്ട എനിക്ക് മന്തി മേടിച്ചു തരും, എന്തൊക്കെ ചെയ്യായിരുന്നു. എന്ത് പറയാം, ഗന്ധർവനും ഇല്ല ഇപ്പൊ, ഗന്ധർവൻ പോലും അടിക്കുന്നില്ല. ഇന്ദ്രനീലി ഗന്ധർവന് മനസ്സിലായി, അത് വൈശാലി ഇല്ലയോ? ഇന്ദ്രനീലി പോലും പാലപ്പൂ അതന്നെ ഓക്കെ. ഓക്കെ, പിന്നെന്താ ഉള്ളെ? എന്താന്ന് അറിയത്തില്ല. എന്തുവാ ഞാൻ പറയാം. അതായത് ഈ 21 ദിവസം കൊണ്ട് നിനക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? ഒരു മാറ്റം പറഞ്ഞു, ഈ കുട്ടിയുടെ ലേസിനെസ് കൂടി, എനിക്ക് സംഭവിച്ചത് ലേസിനെസ് കുറഞ്ഞു, പക്ഷെ ഞാൻ ഓർഗനൈസ്ഡ് ആയി. 4:30 ആവുമ്പോ കണ്ണുറങ്ങും, അവിടുന്ന് അങ്ങോട്ട് പാട്. ഞാനിന്ന് 3:45 ആണെന്ന്, 4:30 5:30 നോക്കി 5:15 എഴുന്നേക്കാന്ന് വിചാരിച്ചു. 5 മണിയായപ്പോ പിന്നെ കൊണ്ടുവന്ന് 5:30. പിന്നെ പെട്ടെന്ന് ചാടി എണീറ്റ് ഈ കുട്ടിയെ വിളിക്കണം, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. 4:30 ആയപ്പോ ഞാൻ എനിക്ക് ഫോൺ നോക്കി, ഞാൻ വെച്ച് ദൈവമേ 6:30 ആയി കാണും, ചിമ്മി ചേച്ചി പോയി കാണും, സ്തോത്രം. പിന്നെ ഞാൻ ഒന്നും കൂടെ കണ്ണ് തുറന്ന് നോക്കിയപ്പോ 4:04. പിന്നെ ഞാനത് സൈഡിൽ വെച്ചിട്ട് ഞാൻ വിളിച്ചപ്പോ നീ 5:30 വിളിച്ചപ്പോ നീ ഓൾറെഡി ഉണർന്ന് കിടക്കുമായിരുന്നു, മയക്കത്തി കിടക്കുമായിരുന്നു. പക്ഷെ സൗണ്ട് ഒക്കെ നല്ല ഉറക്കത്തിലല്ലാത്ത പോലെ, നേരത്തെ എങ്ങാണ്ട് ഉണർന്ന പോലത്തെ സൗണ്ട്. ഞാൻ വെച്ചെല്ലാം റെഡിയായി, ബോധം ഉണ്ടായിരുന്നു. ഇത് പാലയാണോ? ഇത് പാലയല്ലേ? ദിസ് ഈസ് പാല. ഈ പാലയെന്നാണ് ആ മണം വന്നത്. മതി, നമ്മുടെ 21 ഡേ കഴിഞ്ഞു. ഇനി 21 ഡേ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ നാളെ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നതും ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ഇന്നത്തോടെ കഥം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ we will post. അപ്പൊ നിങ്ങൾ വിചാരിക്കും, നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പോസ്റ്റ് ചെയ്യാൻ, എന്നാലും ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. അതെ, ആരൊക്കെ എന്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നു, പറ്റുന്നിടം വരെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞങ്ങളും വെറുപ്പിക്കും. ഓക്കെ, എങ്ങാനും ഞങ്ങളുടെ മാവും പൂത്താലോ. ഏത് സോ നാളെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പര വായന കിടങ്ങുന്ന വീഡിയോ ഇല്ല. അതെ, അത് 21 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കി. അതെ, 21 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് എനിക്കൊരു നമുക്കൊരിത് വേണമല്ലോ. അതെ, അതുകൊണ്ട് മാത്രം അത് മുടങ്ങാതെ കിട്ടും. ഈ ഏരിയയിൽ ഒരു കളവനുണ്ട്, അങ്ങനെ കൊണ്ട് ഇവിടത്തുകാർക്കെല്ലാം അങ്ങ് ശല്യം. എവിടെ പോയി രാവിലെ നടക്കാറിഞ്ഞതാ. അതാണ് ഗോപി മമ്മി, ഞങ്ങളുടെ അച്ഛൻ്റെ കൂട്ടുകാരി. ഇപ്പൊ അച്ഛനെക്കാട്ടി വലിയ കൂട്ട എന്നോട്. അതെയോ? അച്ഛനോട് പറയും, കണ്ട് പഠിയടാ മോളെ എന്ന് പറയും. ആ അവസ്ഥയിലേക്ക് എത്തിച്ചു ഞാൻ. അയ്യോ, അപ്പൊ നാളെ തൊട്ട് അതെ ചളാ വള വീഡിയോ ഇല്ല, നടന്നു പോകുന്ന വീഡിയോ ഇല്ല. പക്ഷെ നിങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഒക്കെ ഇട്ട് കാച്ചിക്കണം. ഇവിടെ വെച്ചാണ് എന്നെ പോലീസ് പിടിച്ച കേസ്. ഒരിക്കലും ഫോൺ വിളിച്ചോണ്ട് നിങ്ങൾ വണ്ടി പിടിക്കരുത്. ഓക്കെ, ഒരു അർജൻസിക്ക് എടുത്ത് സംസാരിച്ചതാ. അതൊക്കെ ഇവിടെ ഒരിക്കലും ഫോൺ വിളിച്ചോണ്ട് വണ്ടി ഓടിച്ചോണ്ട് ഫോൺ വിളിക്കരുത്. ആ ശരിയാ. അപ്പം ഫോൺ വിളിച്ചോണ്ട് വണ്ടിയും ഓടിക്കരുത്. എട റോഡിലും പോലീസുകാർ കാണും. ഓക്കെ, അപ്പൊ നാളെ തൊട്ട് ഞങ്ങളുടെ വീഡിയോസ് കുറവായിരിക്കും എന്നല്ല, നടക്കൽ വീഡിയോസ് ഇല്ലായിരിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് യോഗങ്ങൾ പിരിച്ചു വിട്ടിരിക്കുന്നത്. ബൈ.